അങ്ങനെ നമ്മുടെ ഫൈനൽ 5ൻ്റെ ഗ്രൂമിങ് സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവിൽ. ഗ്രൂമിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 100 ഡേയ്സ് അവരെ നമ്മൾ കണ്ട മുഖത്തിൽ ആയിരിക്കത്തില്ല അവർ സ്റ്റേജിൽ വരുമ്പം. എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അവർ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത് ഹെയർ കട്ട് ചെയ്ത് ട്രിമ്മിങ് ചെയ്ത് ഗ്രൂമിങ് ഒക്കെ ചെയ്ത് നല്ല സെറ്റാക്കി എടുക്കാനുള്ള പരിപാടിക്കാണ്. അപ്പോൾ എല്ലാവരും ഓരോരോ ചെയറിപ്പോൾ ഇരിക്കുന്നുണ്ട്. അനുമോൾക്ക് എനിക്ക് തോന്നുന്നു ഹെയർ കട്ട് ഇല്ലെന്ന് തോന്നുന്നു. ബാക്കിയുള്ള എല്ലാവർക്കും ഹെയർ കട്ടും മറ്റേ അതേപോലെ താടിയും അതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അനുമോൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫേഷ്യലാണ്. അപ്പോൾ അനുമോൾ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അനുമോളെ ഗ്രൂം ചെയ്യുന്നത് ഗേൾസും ബാക്കിയുള്ളവരെയും ബോയ്സും ആണ് ചെയ്യുന്നത്. അപ്പോൾ അനുമോൾ നെവിൻ്റെ അടുത്ത് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, എടാ നെവിനെ പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ നെവിൻ വാവ് എന്ന് വിളിച്ച് പറയുന്നുണ്ട്. നമ്മുടെ അനീഷ് ചേട്ടൻ ഇവിടെ വന്നിട്ട് ആരെയും വെറുതെ വിടുന്നില്ല. അനീഷ് ചേട്ടൻ പറയുക, മലയാളം അറിയുമോ, മലയാളം തെരിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരില്ലെന്ന് പറയുന്നു. അപ്പോൾ അനീഷ് ചേട്ടൻ പറയാണ്, ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് മൈ ഹെയർ. എനിക്ക് എൻ്റെ ഹെയറിനെ കുറിച്ച് ഒരു കാര്യം അറിയില്ല, ഞാൻ വെട്ടാറേ ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ അങ്ങ് വിശ്വസിക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ട്രസ്റ്റിങ് യു ഗൈസ്. ഇതാണ് എൻ്റെ ഫേസ്, അക്കോർഡിംഗ് ടു യു യു ഡു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് കാണിച്ചു കൂട്ടിക്കോളാനൊക്കെയാണ് അനീഷ് ചേട്ടൻ പറയുന്നത്. അപ്പം നമ്മുടെ അനുമോൾക്ക് ഫേഷ്യലാണ് സ്റ്റാർട്ട് ചെയ്തത്. അനുമോളെ ഫേഷ്യലൊക്കെ ചെയ്ത് നല്ല സുന്ദരി കുട്ടിയാക്കാണ്. അപ്പോൾ സ്റ്റേജിൽ കയറാനുള്ളതല്ലേ, അപ്പോൾ എന്തായാലും അടിപൊളി ആയിരിക്കണമല്ലോ ഗ്രൂമിങ്. അതിനുശേഷം നമ്മുടെ അനീഷേട്ടനെ ഷാനവാസിനെ നല്ല പൊളിച്ച് ലുക്കാക്കിയിട്ടുണ്ട്. അനീഷേട്ടൻ്റെ ലുക്ക് കണ്ടാലുണ്ടല്ലോ, ഇത്രയും നല്ല അനീഷേട്ടനല്ല. അനീഷേട്ടൻ്റെ ലുക്കൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഷാനവാസിക്കയും പറയാതിരിക്കാൻ വയ്യ, ഷാനവാസിക്ക് നല്ല കിഡ് ലുക്കായിട്ടുണ്ട്. ഷാനവാസിക്ക് ഓൾറെഡി വണ്ണമൊക്കെ കുറഞ്ഞ് നല്ല ചുള്ളനായിട്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഒരു ഗ്രൂമിങ് കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഷാനവാസിക്ക് വേറെ ലെവലായി. അനീഷേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്, എൻ്റെ ഫേസ് ഈ സൈഡ് ഓക്കെയാണോ, ആ സൈഡ് ഓക്കെയാണോ, അടിയിൽ കുറച്ചുകൂടെ കട്ട് ചെയ്യണോ. ആദ്യം എനിക്കൊരു അഭിപ്രായമില്ല, നിങ്ങൾ വെട്ടിക്കോളാനൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് സുന്ദരക്കുട്ടനായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ഒരു അഭിപ്രായങ്ങളൊക്കെ തുടങ്ങി. ഷാനവാസിക്ക് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നെവിൻ്റെതും അക്ബറിൻ്റെതും അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അക്ബറിന് മൊത്തത്തിലൊരു ചിൽ ബോയ് ലുക്കൊക്കെയാണ്, ഒരു 2K കിഡിൻ്റെ കൂട്ടത്തുള്ള ഒരു ഹെയർ സ്പൈക്ക് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലൊക്കെ കൊടുത്തിരിക്കുന്നത്. അക്ബറിൻ്റെ മുഖം കണ്ടിട്ട് അക്ബറിൻ്റെ അത് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അക്ബറിന് ഇവരുടെ കൂട്ടർ നോർമൽ രീതിയിൽ ചെയ്താൽ മതിയായിരുന്നു. ഇങ്ങനെ ഒരു ഹെയർ ഇങ്ങനെ മുകളിലോട്ട് സ്പൈക്ക് ചെയ്യുന്ന രീതിയിൽ ചെയ്യണ്ടായിരുന്നു. ഒരു 2K കിഡിൻ്റെ ഒരു വൈബ് അടിക്കുന്നുണ്ട്. എന്തായാലും അക്ബറിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് മുഖം വെക്കുന്നത്, അറിയത്തില്ല. എന്തായാലും ഇവരെല്ലാവരും അടിപൊളിയായിട്ടോ എല്ലാ വർഷവും ഗ്രൂമിങ് ചെയ്യുന്നത്. ഓരോ ഫൈനലിസ്റ്റിനും ചെയ്യുന്നത് സൂപ്പറാണ്. ആ ഫൈനൽ ടൈമിൽ അല്ലെങ്കിൽ ആ സ്റ്റേജിൽ വരുന്ന ടൈമിൽ അതുവരെ കണ്ടുള്ള ആൾക്കാരെ ആയിരിക്കത്തില്ല. കാരണം അതുവരെ നമ്മളിവരെ ഡള്ളായിട്ടും ഇവർ അധികം മേക്കപ്പ് ഒന്നും ഇടാണ്ട് നോർമൽ രീതിയിൽ കണ്ട ആകെ സാറ്റർഡേ സൺഡേ അല്ലേ കാണുന്നുള്ളൂ. അത് അവരുടെ സ്വയം മേക്കപ്പാണ്. പക്ഷേ ഈ ഒരു ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ ടൈമിൽ സ്റ്റേജിൽ കയറി വരുമ്പോൾ ഇവരൊക്കെ വേറെ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും.